ശരീരത്തെ ക്ഷേത്രം പോലെ പവിത്രമായി കരുതുന്ന ആരോഗ്യ പദ്ധതിയാണ് ആയുർവേദം. അഹംബോധം വെടിഞ്ഞ് ശിശുസഹജമായ നൈർമല്യത്തോടെയാണ് ഓരോ ചികിത്സാർത്ഥിയും സൗഖ്യം തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സ നടക്കുന്ന ഓരോ ആലയങ്ങളും ക്ഷേത്രം പോലെ പവിത്രമാണ്. കടലിനും കായലിനും നടുക്കായി പ്രകൃതി ദൃശ്യവിരുന്നൊരുക്കുന്ന ഈ വൈദ്യശാല മനസ്സിന് നൽകുന്ന ശാന്തിയും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. കോവിഡിന് ശേഷം വിവിധ രാജ്യങ്ങളിലുള്ളവർ ചികിത്സയ്ക്കായി ശ്രീ രുദ്രവിലാസത്തെ സമീപിച്ചതോടെ ചെറായിൽ ആരംഭിച്ച പുതിയ ശാഖയാണ് അഗാധ ആയുർവേദ ആൻഡ് യോഗ ചെറായി. വളരെ വ്യത്യസ്തമായതും എന്നാൽ കേൾക്കാൻ ഇമ്പമുള്ളതായിട്ടുള്ളൊരു പേരാണ് അഗാധ. അപ്പോൾ അതിനുള്ളിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണ് അതിനുള്ള ഒരു കാരണം? അഗാധ എന്നുള്ള വാക്കിന് അർത്ഥം ദുഃഖം അകറ്റുന്നവൾ എന്നാണ്. അത് ലളിതാ സഹസ്രനാമത്തിലെ അമ്മയുടെ 1000 പേരുകളിൽ ഒന്നാണ്. അപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ദുഃഖം അകറ്റുന്നവൾ എന്നുള്ള പേര്, അമ്മയുടെ പേര് അർത്ഥവത്താണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആ പേരിട്ടിട്ടുള്ളത്. പേരിൽ കൗതുകം ഒളിപ്പിച്ചുള്ളതുപോലെ ചികിത്സകളിലും അല്ലെ ചികിത്സാ രീതികളിലും എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തത കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടോ? വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരു വ്യത്യസ്തത നമ്മൾ ശ്രമിച്ചിട്ടില്ല. ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദ ടെക്സ്റ്റുകളായിട്ടുള്ള ചരകം, സുശ്രുതം, വാഗ്ഭടം, അഷ്ടാംഗ ഹൃദയം എന്നുള്ള നിലയ്ക്കും പിന്നെ കേരളീയ ചികിത്സാ ക്രമങ്ങളുമൊക്കെ ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുവലായിട്ടുള്ള ചികിത്സകൾ, പാരമ്പര്യമായിട്ടുള്ള ചികിത്സകൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ശ്രീരുദ്രവിലാസം വൈദ്യശാലയുടെ സ്ഥാപകനായിട്ടുള്ള തൃക്കോവിൽ രാമവാര്യർ, അദ്ദേഹം ശാസ്ത്രത്തിനോട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു. അപ്പം ആ ലീനിയേജ് പിടിക്കുമ്പം നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാനാവില്ല. ആയുർവേദവും യോഗയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാൽ കൂടിയും അതിനെതിരെ പലതരത്തിൽ വിമർശനങ്ങൾ വരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ ആദ്യം മുതൽക്കേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനൊരു പ്രശ്നമായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? വാസ്തവത്തിൽ അനുഭവമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പം നമ്മളോട് ഒരാളോട് പഞ്ചസാരയുടെ രുചി മധുരമല്ല എന്ന് പറഞ്ഞാൽ അയാളോട് തർക്കിക്കാൻ നമ്മൾ പോവില്ല. കാരണം അനുഭവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ചികിത്സിച്ചുള്ള അനുഭവത്തിൻ്റെ ഒരു ബലമാണ് നമ്മുടെ മുതൽ കൂട്ട്. അപ്പോൾ അതുകൊണ്ട് ആരോടും തർക്കിക്കാറില്ല. എന്ന് മാത്രമല്ല, ഇപ്പം നമുക്കിവിടെ വരുന്ന, നിങ്ങൾ കണ്ടു കാണും, ഇവിടുത്തെ ക്ലയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ഏറ്റവും അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ജർമ്മനി, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. എവിടെയാണോ ആധുനിക വൈദ്യശാസ്ത്രം നിർത്തിയത് അവിടെ നിന്നാണ് ആയുർവേദം തുടങ്ങുന്നത് പല രോഗങ്ങളുടെ കാര്യത്തിൽ. അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഒരാൾ, രണ്ടാൾ, 3 30 എന്നുള്ള രീതിയിൽ രോഗികളായിട്ടുള്ളവരെയും പൊതുവായിട്ടുള്ള സൗഖ്യം അന്വേഷിച്ച് വരുന്നവരെയും അഗാധയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തർക്കിക്കാൻ പോകാറില്ല, റിസൾട്ട് സേസ്. അതുകൊണ്ട് എപ്പോഴും അനുഭവമാണ് ഇത്തരം ചികിത്സാ പദ്ധതികളുടെ വാലിഡേഷൻ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ തർക്കിക്കാം, പക്ഷേ അനുഭവമുള്ളവരെന്തായാലും ഈ തർക്കങ്ങൾക്കൊക്കെ അപ്പുറം സത്യത്തെ സ്വീകരിക്കുന്നുള്ള ഉറപ്പാണ് നമ്മുടെ ബലം. പണ്ഡിതരാജൻ തൃക്കോവിൽ രാമവാര്യർ സ്ഥാപിച്ച ശ്രീ രുദ്രവിലാസം വൈദ്യശാല എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൈദ്യശാലയ്ക്ക് 7 പതിറ്റാണ്ടിലധികം പാരമ്പര്യമുണ്ട്. ഇരുന്നൂറ് വർഷം പഴക്കമുള്ള നാലുകെട്ടിൽ പ്രവർത്തിക്കുന്ന ഈ വൈദ്യശാലയുടെ ചികിത്സാ പാരമ്പര്യം പിന്തുടരുന്നത് രാമവാര്യരുടെ കൊച്ചുമകൾ ഡോക്ടർ സീതാലക്ഷ്മിയാണ്. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരുപാട് പാരമ്പര്യത്തിന്റെ കഥ പറയാണ്ട്. അങ്ങനെ എന്തെങ്കിലും ലെഗസി ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കത്തിന് പിറകിലുണ്ട്? ശ്രീരുദ്രവിലാസം വൈദ്യശാല എൻ്റെ മുത്തച്ഛനാണ് സ്ഥാപിച്ചത്. പണ്ഡിതരാജൻ തൃക്കോവിൽ രാമവാര്യർ. അദ്ദേഹം കൊച്ചി രാജകുടുംബത്തിൻ്റെ പാലസ് ഫിസീഷ്യനായിരുന്നു. വളരെ നേരുള്ള വൈദ്യനായിരുന്നു, വളരെ അറിവുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ
പണ്ഡിതരാജൻ എന്നുള്ള ബഹുമതി കിട്ടിയത് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ബേസിലാണ്. തർക്കശാസ്ത്രത്തിലായിരുന്നു അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചികിത്സ നേരിട്ട് കിട്ടിയവരും അതിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോടുള്ള അവരുടെ സ്നേഹവും ആദരവും ഒക്കെ കുറേ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എത്ര ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കെന്നുള്ളതിൻ്റെ ഒരു ബോധ്യം നമുക്കുണ്ട്. അതെപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. മനസ്സും ശരീരവും സമന്വയിപ്പിക്കുന്ന യോഗ പരിശീലനത്തിലൂടെയാണ് അഗാധയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലത്തിനനുസരിച്ച് എഴുതപ്പെട്ടതാണല്ലോ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളൊക്കെ. ഇന്ന് കാലം മാറി ഒരുപാട് മുന്നോട്ട് പോയി. അപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ച് അന്നത്തെ ചികിത്സാ രീതികൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാറുന്ന ലോകത്തിന് മാറാത്ത കുറേ ഘടകങ്ങൾ എപ്പോഴും ഉണ്ട്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന രീതി മാറിയിട്ടില്ല, അവൻ്റെ ശോധനയുടെ രീതി മാറിയിട്ടില്ല. ശരീരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ കാലത്തിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോയപ്പോഴും എല്ലാ പുരോഗമനത്തിലൂടെ കടന്നു പോയപ്പോഴും അത് അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ്. മനുഷ്യൻ്റെ മനസ്സും ശരീരവും അതിൻ്റെ ബേസിക് നേച്ചറുകളിൽ ഈ മാറ്റങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അസുഖത്തിൻ്റെ പേരറിയണമെന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ ആയുർവേദം അതിൻ്റെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാനും ചികിത്സിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ രോഗങ്ങൾ വന്നോട്ടെ, പുതിയ പേരുകൾ വന്നോട്ടെ, അത് ആത്യന്തികമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലാണ്. ആ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റികളും നമ്മുടെ പഴയ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെ കാണാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടെടുക്കാനും വൈദ്യന് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ആയുർവേദത്തിന് ഈ ഒരു പഴമയുടെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അതിപുരാതനമായിരിക്കെ തന്നെ നിത്യനൂതനമായിട്ട് എഫക്റ്റീവായിട്ട് പുതിയ കാലത്തിൻ്റെ ചലഞ്ചസിലെ പുതിയ രോഗങ്ങളെ നേരിടുന്നതിൽ സമർത്ഥമാണ്. എന്ന് മാത്രമല്ല, പുതിയ കാലത്തിന് വേണ്ടിയിട്ട് ആയുർവേദം സ്വയം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചില ആളുകൾക്കത് അക്സെപ്റ്റബിൾ അല്ലാണ്ട് വരാറുണ്ട്, പാരമ്പര്യവാദികൾക്ക്. പക്ഷേ മനുഷ്യനാണ് പ്രധാനം. ശാസ്ത്രത്തിൻ്റെ പിടിവാശികളെക്കാളേറെ മനുഷ്യൻ്റെ സൗകര്യവും അവൻ്റെ അസുഖം മാറ്റാനും അവന് വേണ്ട രീതിയിൽ, അവന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പ്രധാനമാണ്. അപ്പം പുതിയ ഫോർമുലേഷൻസ് ക്യാപ്സൂളിൻ്റെ ഫോമിലും ടാബ്ലറ്റിൻ്റെ ഫോമിലും പാക്കിങ്ങിലും പ്രിസർവേഷനിലുമൊക്കെ ആധുനിക സങ്കേതങ്ങൾ മുഴുവനും ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, കൂടുതലും ഫോറിനേഴ്സാണ്. അവർ ഇവിടെ എത്തുമ്പം ആദ്യമേ മുൻകൂട്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ, രോഗവിവരങ്ങൾ പറയാറുണ്ടോ? എങ്ങനെയാണ് അവരുടെ ചികിത്സയുടെ ഒരു നടപടിക്രമങ്ങൾ? അവർ ഫസ്റ്റ് വരാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് പറയും അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർ പറയും. കാരണം രോഗം ഉള്ളവരാണെന്ന് വെച്ചാൽ രോഗവിവരം മുഴുവൻ നമ്മൾ അറിയിക്കും. അപ്പോൾ അത് നല്ലതാണ്, കാരണം നമുക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ പറ്റും. പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ ആദ്യത്തെ കൺസൾട്ടേഷൻ, ഇപ്പം ഓൺലൈനായിട്ടാണെങ്കിലും നമ്മൾ ആ കൺസൾട്ടേഷനിൽ അങ്ങനെ പറയാറില്ല. ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഇന്നതാണെന്ന് പറയാറില്ല. അവരോട് പറയും നിങ്ങളുടെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളത്. സോ അവർക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ പറ്റും അവരെന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇത് ടെൻറ്റേറ്റീവ് പ്ലാനാണ്. ഫൈനൽ ആയിട്ട് ഉള്ളത് നിങ്ങളെ കണ്ടു കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞങ്ങളങ്ങനെ ആദ്യം തന്നെ അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ റെലവൻസ് എന്താ വെച്ചാൽ നമുക്കൊരു ഊഹം ഉണ്ടാവും ഇന്ന എക്സ്പെക്റ്റേഷനിലാണ് അവർ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർഡ് ആവാനും പറ്റുന്നു എന്നുള്ളതുകൊണ്ട് മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ പ്രിപ്പയർഡ് ആവാൻ പറ്റും. ഒരു ശരാശരി ഭാരതീയനേക്കാളും ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ന്യൂവാൻസസ്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അറിയാനും പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമാക്കാനും സന്നദ്ധരായിട്ടുള്ളവരാണ് വരുന്നത്. അത് നമുക്ക് വലിയൊരു പ്രചോദനമാണ്. കാര്യം അതല്ലെങ്കിൽ ഈ വലിയ ക്യാമ്പയിനിങ്ങിൽ മോഡേൺ മെഡിസിനെ നിലനിർത്തുന്ന ഫാർമ കമ്പനികളുടെയും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഡോക്ടർമാരുടെയും ഒക്കെ വിഷ്യസ് ക്യാമ്പയിനിങ്ങിനിടയിൽ
നമുക്കുള്ള വാലിഡേഷൻ എന്ന് പറയുന്നത് വീണ്ടും 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 ഈ ശാസ്ത്രത്തിൻ്റെ മഹത്വം അറിഞ്ഞ് വരുന്ന ഈ ക്ലയൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് മാത്രമല്ല, ഇനി വരാൻ ആയുർവേദ മേഖല സ്വീകരിക്കുന്ന പുതിയ ഡോക്ടർമാർക്കും ഇത് വലിയ പ്രചോദനമാണ്. We were advised that we go for Ayurveda treatment because allopathic has side effects, and as you grow in age, it's a good idea to go for Ayurveda. So actually our daughter suggested this center. She lives in Canada, and of course when your child advises you to do something, you can't say no. So we decided to come here for our health issues, and I'm very happy to share that Dr. Rajiv and his team and all the doctors and supporting staff has done an extremely good job. So it was a 1 week sort of stay, and we found this has been very useful. പഴമയുടെ പ്രൗഢിയും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്ന അകാന്ത ചികിത്സയ്ക്കെത്തുന്നവർക്ക് പുതിയ അനുഭവം തന്നെ സമ്മാനിക്കുന്നു. രുദ്രവിലാസത്തിൻ്റെതായാലും അകാന്തയിലേതായാലും ഒരു ആംബിയൻസ് ഒക്കെ ഒരു വേറിട്ടതാണ്. പാരമ്പര്യത്തിൻ്റെ ആ ഒരു പ്രൗഢി വിളിച്ചോതുന്നതാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കണം എല്ലാ ബിൽഡിങ്ങുകളും എന്നുള്ളത് മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നതാണോ, അല്ലെങ്കിൽ? ഡെഫിനറ്റ്ലി. കാരണം വരുന്നവർക്കും ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണം. നമ്മളെപ്പോഴും പറയും, നിങ്ങൾ വരുന്ന പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, അവർ വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ അവിടുത്തെ സംവിധാനം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു വീട്ടിലേക്ക് വരുന്ന പോലെ എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണെന്ന് വിചാരിക്കേണ്ട, വീട്ടിലേക്ക് തന്നെ വേറൊരു വീട്ടിലേക്ക് വരുന്ന പോലെ കരുതിയാൽ മതി. അപ്പോൾ അങ്ങനൊരു കംഫർട്ട് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിലും അകാന്തയിലാണെങ്കിലും ശ്രീരുദ്രത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കംഫർട്ട് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ശ്രീരുദ്രത്തിലാണെച്ചാൽ നമ്മളുടെ ബിൽഡിംഗ് 4 കെട്ടുണ്ട്. അവിടേക്ക് തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ബിൽഡിംഗ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് താമസം എക്സ്റ്റെൻഡ് ചെയ്ത് പോയവരുണ്ട്. അതായത് ഇപ്പോൾ 7 ദിവസത്തേക്ക് വന്നു, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് നിന്നവരുണ്ട്. അത് പ്രധാനമായിട്ടും ഒന്ന്, ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന സർവീസ് വളരെ നല്ലതാണ്. ആ ഫാമിലി ഫീൽ എന്ന് പറയുന്നത് ബിൽഡിംഗ് മാത്രമല്ലല്ലോ, ബാക്കി അവിടെ ഉള്ളവരുടെയും കൂടെ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ് എന്ന് അവർക്ക് തോന്നുന്നു. ആ ഒരു ഇത് ഇവിടെ വരുമ്പോഴേക്കും രണ്ടിടത്തും അവർക്കത് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന കംഫർട്ട്, അതൊരു ജസ്റ്റ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ അല്ല, അതൊരു വീട് തന്നെയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു ആംബിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിൽ ശ്രീരുദ്രവിലാസം വൈദ്യശാല എന്ന് പറയുന്ന നമ്മുടെ ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങളുടെയൊക്കെ പ്രഭവസ്ഥാനമായിട്ടുള്ളൊരു സെൻ്റർ ഉണ്ട്. അവിടെ നടക്കുന്ന ചികിത്സയും അകാന്തയിൽ നടക്കുന്ന ചികിത്സയും അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും ഒരുപോലെ ഇരിക്കെ തന്നെ ആളുകളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം ബേസിക് പ്രിൻസിപ്പിൾസിനോട് അഡ്ഹെയർ ചെയ്യുമ്പോൾ തന്നെ കാലത്തിനനുസൃതമായിട്ടുള്ള പ്രസൻറ്റേഷൻ, ആളുകളുടെ അഭിരുചിയും ആവശ്യങ്ങളും ശീലങ്ങളെയും കൂടെ മാനിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് ശ്രീരുദ്രവിലാസം വൈദ്യശാലയുടെ അപ്രോച്ച്. അതുകൊണ്ട് നമുക്ക് തിരുവാങ്കുളത്തുള്ള ട്രഡീഷണൽ സെൻറ്ററും ഉണ്ട്, ചെറായി ബീച്ചിലുള്ള റിസോർട്ട് സെൻറ്ററും ഉണ്ട്, ലേമെറിഡിയൻ എറണാകുളം കൊച്ചി ലേമെറിഡിയൻ ഹോട്ടലിനകത്തുള്ള ആയുർവേദ സെൻറ്റർ ആ തരത്തിലുള്ള ലക്ഷറി സീക്ക് ചെയ്യുന്നവർക്കും ഓഥൻറ്റിക് ആയിട്ടുള്ള ആയുർവേദത്തിൻ്റെ അനുഭവം കൊടുക്കാൻ പാകത്തിന് അതുമുണ്ട്. അപ്പം അതിൻ്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ വ്യത്യസ്തമായിരിക്കെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി വേറൊരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദം എന്ന് പറയുന്നത് അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയല്ല. ഒരു കാലത്ത് ഇത് കൈകാര്യം ചെയ്തിരുന്ന ഇവിടുത്തെ അമ്മൂമ്മമാരാണ്, മുത്തശ്ശിമാരാണ്. അവരുടെ ഫാർമസി എന്ന് പറയുന്ന അടുക്കളയായിരുന്നു. അടുക്കളയിൽ നിന്ന് ഉള്ള എല്ലാ സ്പൈസസും, മഞ്ഞളായാലും ഇഞ്ചിയായാലും ചുക്കായാലും കടുകായാലും ജീരകമായാലും കറിവേപ്പിലയായാലും സാധ്യമായ എല്ലാ അടുക്കളയിലെ വിഭവങ്ങളാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് അവർ കണ്ടെത്തിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. കാരണം എവിടെയോ നിന്ന് ഏതോ ഒരു കെമിക്കൽ മോളിക്യൂൾ ആണ് നിങ്ങളുടെ രോഗത്തിൻ്റെ ചികിത്സ എന്ന് വന്നാൽ
നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങളുടെ ഹെൽത്തിൻ്റെ സെൽഫ് സഫിഷ്യൻസി സ്വാശ്രയത്വം ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ അടുക്കളയ്ക്ക് തന്നെ നിങ്ങളുടെ രോഗങ്ങളിൽ ഒരു 80% രോഗങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിവ് ഭയങ്കര ആശ്വാസപ്രദമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ജനകീയവൽക്കരണം, ജനങ്ങളോട് ഈ നമ്മളെ നിത്യജീവിതത്തിൽ കാണുന്ന വസ്തുക്കൾക്ക് ഇത്രമേൽ പൊട്ടൻഷ്യലാണ് അത് രോഗങ്ങൾ മാറ്റാൻ എന്നുള്ള അറിവ് കൊടുക്കാൻ സാധിച്ചാൽ ആയുർവേദത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കും. അപ്പോൾ വൈദ്യനടുത്തെത്തും മുമ്പേ അടുക്കളയിൽ നിന്ന് തന്നെ രോഗത്തെ മാറ്റാനുള്ള ശ്രമം നടക്കും. ആഹാരം, ഉചിതമായ ആഹാരം എന്ന് പറയുന്ന സ്വസ്ഥവൃത്തം, രോഗം വരുന്നതിന് മുമ്പ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവാൻ തുടങ്ങും. ഈ അറിവിനൊക്കെ എന്നും പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ, അതിൻ്റെ യാത്ര, അതുണ്ടാക്കുന്ന ഋതുഭേദങ്ങൾ, പലതരത്തിലുള്ള സീസൺസ്, ഈ സീസണിനോടൊക്കെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പ്രതികരിക്കുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തിനൊരു റിയാക്ഷൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ മാറ്റം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നോളജ്, ഇതൊക്കെയാണ് ആയുർവേദം ബേസിക്കലി പറഞ്ഞു വെച്ചിട്ടുള്ളതെന്നുള്ളതുകൊണ്ട് കാലം എത്ര മാറിയാലും, നമ്മൾ പുരോഗമനം എന്ന് പറയുന്ന നമ്മുടെ ലോകത്തുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ എത്ര തന്നെ മാറിയാലും ഇതിനൊന്നും മാറ്റം വരുന്നില്ല. നമ്മൾ ചെയ്തതൊന്നും അങ്ങനെ വലിയൊരു ബിസിനസ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ല. ആവശ്യങ്ങൾ വന്ന സമയത്ത് അത് ക്യാറ്റർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എല്ലാം. ഈ യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്തത് മുഴുവനും മുമ്പിലേക്ക് വന്ന സാധ്യതകൾ മാത്രമാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് കുറേ വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആയുർവേദത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടാണ് ശ്രീരുദ്രവിലാസം വൈദ്യശാലയുടെ ആദ്യത്തെ കാലത്തെ ആക്ടിവിറ്റികൾ ആരംഭിച്ചത്. അന്നേ നമുക്ക് മനസ്സിലായി, അത് 2010 ആ സമയത്താണ്, അന്നേ നമുക്ക് മനസ്സിലായി ആയുർവേദം ഒരു ഗ്ലോബൽ ഫിനോമിനനായിട്ട് വലിയ അക്സെപ്റ്റൻസോട് കൂടിയിട്ട് വരുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. അത് നമ്മുടെ നാട്ടിൽ ആ അക്സെപ്റ്റൻസിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇത് വിദേശികൾ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് സ്വദേശികൾ അംഗീകരിക്കുന്ന ഒരു പുതിയ കാലം വരും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം ആ ഗ്രൂപ്പിന് വേണ്ടി ആയുർവേദ ക്ലാസ് എടുക്കുകയും അതിനുശേഷം തൃക്കോവിൽ രാമവാര്യർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഈ ശ്രീരുദ്രവിലാസം വൈദ്യശാല ആരംഭിക്കുകയും കോവിഡിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച് ഇന്നിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 തലത്തിൽ 3 ടയർ സംവിധാനം ഒരുക്കാൻ സാധിച്ചതൊക്കെ വന്നതിനോട് പ്രതികരിച്ചതാണ്. ഒരു ഓപ്ഷൻ വരുമ്പോൾ അതിനെ മറികടക്കാൻ, ഒരു ചലഞ്ച് വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് ധാരാളം ഫോറിൻ പേഷ്യൻസിൻ്റെ എൻക്വയറി വന്ന സമയത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്നുള്ള ചിന്തയുടെ ഭാഗമായിരുന്നു ചെറായ് ബീച്ചിലെ അകാന്ത എന്ന റിസോർട്ട് ആയുർവേദ സെൻറ്റർ. ശ്രീരുദ്രവിലാസം വൈദ്യശാല കോവിഡിൻ്റെ സമയത്താണ് നമ്മുടെ തറവാട്, നമ്മുടെ അച്ഛൻ്റെ തറവാടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ട്രഡീഷണൽ ആയിട്ടുള്ള 4 കെട്ടിൽ അതിൻ്റെ എല്ലാ സിംപ്ലിസിറ്റിയോട് കൂടിയിട്ട് തുടങ്ങിയത്. ലേമെറിഡിയൻ ഹോട്ടലിനകത്ത് ഓഥൻറ്റിക് ആയിട്ടുള്ള ഒരു ആയുർവേദ സെൻറ്റർ വേണമെന്നുള്ള അതിൻ്റെ ഓണറിൻ്റെ ഇൻസിസ്റ്റൻസ് നമ്മൾ ഇത്രയും കാലം ചെയ്തു വെച്ച നേരിൻ്റെ എന്താ പറയുക, ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആയുർവേദ പ്രവർത്തനത്തിന് റെക്കഗ്നേഷൻ പോലെയാണ് നമുക്ക് ആ സെൻറ്റർ കിട്ടിയത്. അപ്പം വന്നതിനെയൊക്കെ സ്വീകരിക്കുകയും പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അതെങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്സ്പാൻഷൻ നിലവിലുള്ളത്. ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ പേഷ്യൻസ് ഉണ്ട്. ഇപ്പം ഫ്രാൻസിൽ നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, ഹോളണ്ടിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തു നിന്നുണ്ട്, UK, US, അങ്ങനെ യു നെയിം ഇറ്റ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു തവണ ഒരാളെങ്കിലും വരുന്ന പോലെ ഒരു പാൻ വേൾഡ് പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ പോകുന്ന സമയത്ത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സയൻസ് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാമോ എന്ന് ചോദ്യവുമുണ്ട്. പക്ഷേ നമുക്ക് എല്ലായിടത്തേക്കും എത്താൻ സാധിക്കില്ല. പക്ഷേ എപ്പോഴൊക്കെ യോഗ്യരായിട്ടുള്ള ഒരു യുവ ഡോക്ടർ അത് ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരാൾ നമുക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും, അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കാം. കാരണം ഇത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. തുടങ്ങുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ, ഒരു ബോധ്യം വന്നു പെട്ടതുകൊണ്ട് പ്രവർത്തിച്ച് പോകാം എന്ന് വിചാരിക്കുന്ന ഡോക്ടേഴ്സ് അല്ല. ഈ ശാസ്ത്രത്തിന് കുറേ അധികം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു ഡോക്ടർ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ എക്സ്പാൻഷൻ സാധ്യമാകും. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്കൊരു ഗ്രോത്ത് അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഫീൽഡിലെ സകല മനുഷ്യർക്കും ഒരുമിച്ച് നിന്ന് ഈ മഹത്തായ ശാസ്ത്രം മനുഷ്യർക്ക് പ്രയോജനകരമായിട്ടുള്ള വിധത്തിൽ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ദൈവാധീനം കൊണ്ട് ഓപ്പർച്യൂണിറ്റീസും എൻക്വയറികളും
സജഷൻസും ടൈപ്പിൻ്റെ ഇൻവിറ്റേഷൻസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. വരുന്ന മുറയ്ക്ക് ടേക്കിംഗ് ഇൻ ഇറ്റ് സ്ട്രൈഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളിതിനെ കാണുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ എക്സ്പാൻഷൻ അടുത്ത് തന്നെ ഉണ്ടാവും. കൂട്ടത്തിൽ നമ്മൾ പ്രോഡക്ട്സ്, ക്വാളിറ്റി ആയുർവേദ പ്രോഡക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലോഞ്ച് ഉടനെ സംഭവിക്കും. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് നമുക്കുള്ളത്. സൗന്ദര്യ സങ്കല്പത്തിന് ആയുർവേദത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നൊരു ഒരു ഒരു രീതിയുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ആശുപത്രികൾ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ്, പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അപ്പോൾ എൻ്റെ തീസിസ് ടോപ്പിക് എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിലായിരുന്നു, ആയുർവേദ കോസ്മെറ്റിക്സിലായിരുന്നു. അപ്പം നമുക്ക് തീസിസിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യണമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല സൗന്ദര്യം, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് ചികിത്സയാണ്. പലപ്പോഴും ക്രീമുകൾ ആണല്ലോ എല്ലാവരും പ്രാധാന്യം, ക്രീമുകൾ, സിറം, അതൊക്കെയാണല്ലോ. അതെ, അങ്ങനെ എക്സ്റ്റേണലി ഇപ്പം ബ്യൂട്ടി ഈസ് നോട്ട് സ്കിൻ ഡീപ്പ് എന്ന് പറയുന്ന പോലെ എക്സ്റ്റേണലി മാത്രം നമുക്കതിനെ ഒതുക്കാൻ പറ്റാറില്ല. ഒതുക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളതല്ല, ബേസിക്കലി അതിലും ആഴത്തിലുള്ളതാണ് ഇതിൻ്റെ കോസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകേണ്ട രീതി. ചിലപ്പോൾ ആന്തരികമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം പോലും അത് സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ഇമോഷൻസും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കൊണ്ടുപോലും സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടുത്തെ ചികിത്സാ രീതി എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ഈ ഉള്ളിലേക്കുള്ള ആന്തരികമായ ക്ലെൻസിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമോഷൻസിൻ്റെ ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റേർണൽ ക്ലെൻസിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്, ഇമോഷൻസിൻ്റെ ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ മെഡിസിൻ പ്രൊഡക്ഷനും ഉണ്ടോ? നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർക്ക് വേണ്ട മെഡിസിൻസ് മുഴുവൻ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പുറമേ നിന്നൊന്നും എടുക്കാറില്ല. നമ്മളുടെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള, പലപ്പോഴും അപ്പം തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകൾ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും ഗസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒപ്പം കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇനിയും കാണാമെന്ന് പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണക്റ്റഡായിട്ട് ഒരു പുതിയ കുടുംബ ബന്ധം പോലെയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാറ്. അപ്പം നമ്മുടെ ചികിത്സ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാറ്റൽ മാത്രമല്ല, വലിയ അർത്ഥത്തിൽ ഒരു വസുധൈവ കുടുംബകം, ലോകം മുഴുവനും ഒരൊറ്റ കുടുംബമാണെന്നുള്ള സങ്കല്പത്തിൻ്റെ പ്രാക്ടിക്കൽ ആവിഷ്കാരം കൂടിയാണ് അകാന്തയിലെ ചികിത്സ.